നമുക്ക് നമ്മുടെ ആദിമ പിതാക്കന്മാരുടെ കാലത്തിലേക്ക് ഒരു യാത്ര പോകാം. ദാരിദ്ര്യത്തിന്റെയും കൊടും പട്ടിണിയുടെയും വിവിധ കഷ്ടങ്ങളുടെയും നടുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ആത്മീയ തീക്ഷ്ണതയോടുകൂടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു കാലം. എന്നാൽ അതിനുശേഷം ക്രമേണ ജീവിത സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നു തുടങ്ങിയപ്പോൾ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാൻ ഇടയായി. അങ്ങനെ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ആ കാലത്തിൽ നിന്ന് നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന ന്യൂജൻ തലമുറ വരെയുള്ള ആത്മീക ആരാധനയുടെ ചെറിയ ഒരു യാത്രയാണ് ഇവിടെ ഇന്ന് നാം അവതരിപ്പിക്കുന്നത്. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു അപ്പച്ചനും അമ്മച്ചിയും ആരാധനയ്ക്കായി കടന്നു വരികയാണ്. ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർ അനുഭവിക്കേണ്ടി വന്നത് കുറച്ചൊന്നുമല്ല. ആരും സഹായമില്ലാതെ ഒറ്റപ്പെട്ട് ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിച്ച് മുന്നോട്ട് പോയിരുന്ന ആദിമ വിശ്വാസ പിതാക്കന്മാരുടെ കാലം. കാണുവാൻ പോകുന്നത് ചില വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സഭ ആരാധനയിലേക്കാണ്. ദൈവത്തെ സേവിക്കാൻ മറ്റെല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചവരുടെ രണ്ടാം തലമുറ. തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിന്റെ ഫലമായി ദൈവം അവരെ മാനിക്കുകയുണ്ടായി. തങ്ങളെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ വീണ്ടും ഒരു സഭായോഗം. അടുത്ത തലമുറയുടെ ഒരു ആരാധന. തങ്ങളുടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഫലമായി ദൈവം അവരെ എല്ലാ രീതികളിലും മാനിച്ചു. വിദ്യാസമ്പന്നരും വിവിധ നിലകളിൽ ഉയർന്നും ഇരിക്കുന്നവർ. അതിനാൽ അവർക്ക് ആത്മീക മന്ദത സംഭവിച്ചു. ഇതാ ആരാധനയിലെ അവരുടെ ഉദാസീനത നിങ്ങൾ കാണുന്നില്ലേ? ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടുന്ന എന്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിടുന്ന. അങ്ങനെ യാത്ര ചെയ്ത് നാം ഇന്ന് എത്തി നിൽക്കുന്നത് ന്യൂജൻ തലമുറയിലാണ്. ഇതാ ഒരു കുടുംബം ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഇവരുടെ വരവ് കണ്ടാൽ ആരാധനയ്ക്ക് തന്നെയാണോ വരുന്നതെന്ന് തോന്നിപ്പോകും. ആദ്യം മാതാപിതാക്കന്മാർ ദൈവവചനം മാറോട് ചേർത്ത് പിടിച്ച് ആരാധനയ്ക്ക് വരുന്ന രംഗം നാം കണ്ടു. എന്നാൽ ഇവരെ നോക്കൂ, ദൈവസ്നേഹം അറിയാതെ കാര്യസാധ്യത്തിനായി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു തലമുറ.
ചെയ്ത് ഇപ്പോഴുള്ള ഈ തലമുറയിൽ വന്നു നിൽക്കുമ്പോൾ ആത്മീക ഗോളത്തിന്റെ അധപ്പതനം എത്രമാത്രം എന്ന് നാം മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ നിന്ന് തലമുറകൾ അകന്നു പോകുന്ന അവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത്. ദൈവസ്നേഹത്തെ വിട്ട് അകന്നു പോകുന്ന ഈ തലമുറയ്ക്കായി മാതാപിതാക്കന്മാരും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വിലാപങ്ങൾ 2:11 പറയുന്നു, രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. യാമാരംഭത്തിൽ